إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أصلي وأسلم على خاتم الأنبياء والمرسلين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്തു ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാനമാണ് കുടുംബമെന്നുള്ളത്. കുടുംബ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് മനുഷ്യകുലത്തിൻ്റെ വ്യാപനത്തിനും അതിൻ്റെ അടിത്തറക്കും വേണ്ടിയാണ്. എന്നാൽ കുടുംബമാകട്ടെ ഭാര്യ ഭർത്ത് ബന്ധവും അതിലൂടെയുണ്ടാകുന്ന സന്താനങ്ങളും അടങ്ങുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ അവർ ഉൾക്കൊള്ളുന്ന കുടുംബ സംവിധാനത്തെ സംബന്ധിച്ചും ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചൊക്കെ വ്യക്തമായ ഒരു മാർഗരേഖ നമുക്ക് കാണിച്ചു നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ ഉണ്ടാക്കിയവനാകുന്നു. വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദ, ആ ഇണകളിൽ നിന്ന് മക്കളെയും പേരമക്കളെയും നിങ്ങൾക്കുണ്ടാക്കി തന്നു. അതായത് ഭാര്യമാരിൽ നിന്ന് മക്കളും മക്കളുടെ മക്കളും ഉണ്ടായി ഒരു തലമുറകൾ, മനുഷ്യരുടെ തലമുറകളെ അല്ലാഹു ഇവിടെ സംവിധാനിച്ചിരിക്കുന്നു എന്നർത്ഥം. പ്രിയപ്പെട്ടവരെ, കുടുംബവും സന്താനങ്ങളും അല്ലാഹുവിൻ്റെ വലിയ നിഅമത്തുകളാണ്. മഹാന്മാരായ പ്രവാചകന്മാർ പോലും അവരുടെ ഭാരിച്ച ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഇടയിൽ അവരുടെ കുടുംബത്തെ അവർ പോറ്റിയിട്ടുണ്ട്. അവർ ഭാര്യമാരെ സ്വീകരിച്ചിട്ടുണ്ട്, അവർക്ക് മക്കളുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ അതും പ്രതിപാദിക്കുന്നുണ്ട്. വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുമ്പ് തീർച്ചയായും നാം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്ക് വജഅൽനാ ലഹും അസ്വാജൻ വദുർരിയ്യ, അവർക്ക് നാം മക്കളെയും സന്താനങ്ങളെയും ഇണകളെയും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. നോക്കൂ, പ്രവാചകന്മാർ ബ്രഹ്മചര്യം ആചരിച്ചിരുന്നവരല്ല, അവരാരും സന്യാസം സ്വീകരിച്ചിരുന്നവരല്ല. അവരും നമ്മളെപ്പോലെ കുടുംബ ബന്ധവും ഭാര്യമാരും മക്കളും ഉണ്ടായിരുന്നവരാണ്. എന്നാൽ സഹോദരങ്ങളെ, ഈ മാതൃകയെ മറികടന്നുകൊണ്ട്, ഈ മാതൃകകളെയെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് ഇന്നിന്റെ സമൂഹം ഏതു വഴിക്കാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? ആധുനിക ലോകം സഞ്ചരിക്കുന്ന വഴി ഏതാണ്? ഭാര്യയും ഭർത്താവും കുടുംബവും മക്കളൊക്കെ അതൊക്കെ പഴഞ്ചൻ രീതിയാണ്. ഇതാ പുതിയ രീതി വേറെയാണ്. കല്യാണം കഴിക്കാതെ തന്നെ അതേ ഭാര്യമാർക്ക് പകരമായി അതേ മറ്റൊരു സ്ത്രീയെ തൻ്റെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുകയും അത് ഭാര്യയല്ല, എന്നാൽ അതിൽ ജനിക്കുന്ന മക്കളോ ആ മക്കളുടെ അവകാശങ്ങളില്ല. ചിലർക്കോ കുടുംബം, വിവാഹം ഇതൊക്കെ തൻ്റെ സ്വസ്ഥ ജീവിതത്തിന് തടസ്സമാണ്. ചിലർ വിവാഹം കഴിക്കാതെ ലൈംഗികമായ ആസക്തിക്ക് വേണ്ടി മാത്രം സ്ത്രീകളെ ഉപയോഗിക്കുന്ന സാഹചര്യം. ഇതൊക്കെ എങ്ങനെയാണ് കടന്നു വന്നത്? നമ്മുടെ കുടുംബ സംവിധാനത്തിലേക്ക് ഇതൊക്കെ കടന്നു വരുന്നത് ലിബറലിസത്തിന്റെ ആശയങ്ങളിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന, പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയെ, നമ്മുടെ പിഞ്ചു പൈതലുകൾ മക്കളെപ്പോലും സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ആശയം ഈ ലിബറലിസമാണെന്ന് നാം തിരിച്ചറിയണം. ഇത് പതുക്കെ പതുക്കെ നമ്മുടെ വീടുകളിലെത്തും, അത് നമ്മുടെ ബെഡ്റൂമുകളിലെത്തും. അങ്ങനെ കുടുംബങ്ങളെ തകർത്ത് കളയുന്ന ഈ ആശയത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ലിവിങ് ടുഗദർ എന്ന പേരിൽ വിവാഹത്തിനു പകരം വ്യഭിചാരത്തെ ഇറക്കുമതി ചെയ്യുന്ന ആ ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത്. അതിനെയൊക്കെ നാം തിരിച്ചറിഞ്ഞ് വേണ്ട രൂപത്തിൽ അതിനുള്ള പരിഹാരം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ വലിയ ദുരന്തങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. സഹോദരങ്ങളെ, മനുഷ്യകുലത്തിന്റെ നിലനിൽപ്പും ഒരു രാജ്യത്തിന്റെ വളർച്ചയെയും അതേപോലെ തന്നെ സമൂഹത്തിന്റെ ഭദ്രതയും കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് കുടുംബ ബന്ധമെന്നുള്ളത്. ഇതെല്ലാം നിലനിർത്തുന്നത് മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയ ഇണയും ആ ഇണയിലൂടെ ഉണ്ടാക്കപ്പെടുന്ന സന്താനങ്ങളുമാണ്.
ധാരാളം മക്കളെ നൽകുന്ന സ്നേഹിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമുക്ക് വസിയത്ത് നൽകി. തസവ്വദു അൽ വദൂദ വൽ ബലൂദ്, നിങ്ങൾ ധാരാളം നിങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കൂ, അതിലൂടെ ധാരാളം മക്കളെ ഉണ്ടാക്കുന്നവരാകണം അവർ. അങ്ങനെയുള്ള സ്ത്രീകളാകണം നിങ്ങളുടെ ഭാര്യമാർ. ഫഇന്നി മുകാസിറും ബിക്കുമുൽ ഉമം, തീർച്ചയായും നാളെ ഞാൻ പരലോകത്ത് മറ്റ് ഉമ്മത്തുകളിൽ മറ്റു സമുദായങ്ങളുടെ മുന്നിൽ ഞാൻ മുകാസിറും ബിക്കും, നിങ്ങളെ കൊണ്ട് അഭിമാനം കൊള്ളുന്നവനാകുന്നു. അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാളെ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനായി കടന്നു വരിക. ഏറ്റവും കൂടുതൽ ജനബാഹുല്യമുള്ളത് പ്രവാചകന്റെ പിന്നിലായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ സമൂഹം, ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഒരു പ്രവാചകൻ നാളെ അള്ളാഹുവിന്റെ റസൂലായിരിക്കും. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമാനം കൊള്ളുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഒരുപാട് മക്കളുടെ പിതാക്കന്മാരാകാൻ ശ്രമിക്കണം. ഇന്ന് ചില ആളുകൾക്ക് മക്കൾ കൂടുതൽ ഉണ്ടാവുക എന്നത് ഒരു അപമാനമാണ്, അതൊരു കുറച്ചിലാണ്. ധാരാളം മക്കൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവരെ പരിഹസിക്കുന്ന കണ്ണുകളിലൂടെ നോക്കുന്നവർ, അവരെ മോശമായി കാണുന്നവർ, എന്താ നിനക്ക് പണി, ഇത് തന്നെയാണോ നിനക്ക് പണി എന്ന് ചോദിക്കുന്ന വിവരമുള്ളവർ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട്. സഹോദരങ്ങളെ, പ്രവാചകന്റെ കൽപ്പന ധാരാളം കുട്ടികളെ പ്രസവിക്കുന്ന ഉമ്മമാരെ നിങ്ങൾ കണ്ടെത്തണം, അങ്ങനത്തെ സ്ത്രീകളെ നിങ്ങൾ കണ്ടെത്തണം. അതിന്റെ അർത്ഥം ദീനുള്ള പെണ്ണിനെ നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാളെ പരലോകത്ത് സഹായിക്കുന്നതിന് തുല്യമാണ്. നോക്കൂ, പ്രവാചകന്മാരെല്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മഹാനായ സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ എല്ലുകൾ ക്ഷയിച്ചപ്പോൾ, തന്റെ താടിരോമങ്ങളും മുടിരോമങ്ങളും നരച്ചുപോയപ്പോൾ, തന്റെ നിറത്തിനും തന്റെ തൊലിക്കും മങ്ങലേറ്റപ്പോൾ അദ്ദേഹം റബ്ബിനെ വിളിച്ചു. റബ്ബി ഹബിലി മിൻ ലദുൻക ദുർരിയത്തൻ ത്വയ്യിബ, അല്ലാഹുവേ ത്വയ്യിബായ സന്താനങ്ങളെ നീ എനിക്ക് നൽകണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം 90 കഴിഞ്ഞപ്പോഴും പ്രാർത്ഥിച്ചു റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ എന്ന്, അല്ലാഹുവേ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ എനിക്ക് നൽകണേ എന്ന്. പ്രവാചകന്മാർ പലരും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർക്ക് സന്താന ലബ്ധി ഉണ്ടായത്. നമ്മുടെ കൂട്ടത്തിൽ സന്താനങ്ങളില്ലാത്തതിന്റെ പേരിൽ വിഷമിക്കുന്നവരെ, വൈകിയെത്തുന്ന സമ്മാനം അത് വിലപ്പെട്ടതാണ്. ഇബ്രാഹിം നബിയുടെ 90 കഴിഞ്ഞപ്പോൾ ഇബ്രാഹിം നബിക്ക് അല്ലാഹു കൊടുത്തത് ഇസ്മായിലിനെയും ഇസ്ഹാഖിനെയുമാണ്. പിന്നീട് അവിടെ നിന്ന് ഇസ്ഹാഖിലൂടെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെ കടന്നു വരുന്ന മുഴുവൻ പ്രവാചകന്മാരും പിറവികൊണ്ടു, സമൂഹം പിറവികൊണ്ടു. ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്താന പരമ്പരയിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറവികൊണ്ടു. ആ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന എന്താണ്? റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ. ചോദിക്കുമ്പോൾ, മക്കളെ ചോദിക്കുമ്പോൾ റബ്ബേ സ്വാലിഹായ മക്കളെ നൽകണം, ത്വയ്യിബായ മക്കളെ നൽകണം എന്ന് പ്രാർത്ഥിക്കണം. മഹാനായ സക്കരിയ നബി ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നക സമീഉദ് ദുആ, റബ്ബേ നീ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. എത്രയോ ആളുകൾ അള്ളാഹുവിനോട് ചോദിച്ച് മടുത്തിട്ട് ആ ചോദ്യം അവസാനിപ്പിച്ച് മക്ബറകളിലേക്കും ജാറങ്ങളിലേക്കും ഒരുപാട് അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരിലേക്ക് മക്കളെ തേടിപ്പോയവരുണ്ട്, എവിടെയൊക്കെ തൊട്ടില് കെട്ടിയവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ അവരുടെ അവസാന നിമിഷം വരെ പ്രാർത്ഥിച്ചത് ഏകനായ റബ്ബിനോടാണ് മക്കളെ കിട്ടാൻ. അതുകൊണ്ട് നിരാശരാകാതെ നിരന്തരം റബ്ബിനോട് ചോദിക്കുക. പ്രായത്തിന്റെ ആധിക്യം, വയോധികനായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് കഴിയുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, സ്വാലിഹീങ്ങളായ മക്കളെ വളർത്തിയെടുത്തിട്ടില്ലെങ്കിൽ വരും തലമുറ മോശമായി തീരും. ആ തലമുറ മോശമാകാതിരിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല ദീനിന്റെ നിഷ്ഠയോടുകൂടി വളർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സ്വാലിഹീങ്ങളാക്കി മാറ്റുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നാളെ പരലോകത്ത് ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിങ്ങനെ നമുക്ക് അരുളി നൽകുന്നുണ്ട്. ഇന്നർ റജുല ലതുർഫഉ ദറജതുഹു ഫിൽ ജന്ന, ഒരു മനുഷ്യൻ അള്ളാഹു സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ നൽകും. ഫയഖൂൽ, ആ മനുഷ്യൻ റബ്ബിനോട് ചോദിക്കും, അന്ന ഹാദ, റബ്ബി ഇതൊക്കെ എങ്ങനെയാണ്? ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഈ നന്മകളൊന്നും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ എനിക്ക് ഈ ദറജ ഈ ഒരു സ്വർഗത്തിൽ ലഭിച്ചു എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് കൊടുക്കുന്ന മറുപടി ഫയുഖാൽ, അവനോട് പറയപ്പെടും, ബിസ്തിഗ്ഫാരി വലദിക ലക്,
നിന്റെ മരണാനന്തരം ഭൂമിയിൽ വെച്ച് നീ ബാക്കിയാക്കിപ്പോയ നിന്റെ സന്താനങ്ങൾ നിനക്ക് വേണ്ടി നടത്തിയ ഇസ്തിഗ്ഫാറുകളാണ് ഈ സ്വർഗത്തിൽ കാണുന്ന അനുഗ്രഹങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ ഖബറിലേക്ക് പോലും നമുക്ക് വന്നെത്തുന്ന നമ്മുടെ സമ്പാദ്യമാണ് നമ്മുടെ മക്കൾ. ആ മക്കളെ നേരെ നമ്മൾ വളർത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഇസ്തിഗ്ഫാർ ലഭിക്കില്ല. എത്രയോ വാപ്പമാർ മരിച്ചുപോയി, എത്രയോ ഉപ്പമാർ ഖബറുകളിലാണ്. പക്ഷേ എത്ര ഉപ്പമാർക്ക് അവരുടെ മക്കളുടെ ഇസ്തിഗ്ഫാർ ലഭിക്കുന്നുണ്ട്? നമ്മളുടെ ഈ കൂട്ടത്തിലിരിക്കുന്ന എത്രയോ ആളുകളുടെ പിതാക്കന്മാർ മരിച്ചുപോയി. പക്ഷേ നമ്മളുടെ ഇസ്തിഗ്ഫാറുകൾ എത്ര തവണ വാപ്പയുടെ ഖബറിലേക്ക് എത്തിയിട്ടുണ്ടാകും? ഓരോ ദിവസവും നമ്മൾ ആലോചിക്കണം, ഇന്നലെ എന്റെ പിതാവിന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടിയോ? മരണപ്പെട്ടു പോയ വാപ്പ ഖബറിലാണ്. സഹോദരങ്ങളെ, മരണപ്പെട്ടു പോയ വാപ്പമാർക്കും ഉമ്മമാർക്കും വേണ്ടി ഒരു ദിവസം പോലും ഇസ്തിഗ്ഫാർ തേടാതെ കടന്നു പോകരുത്. നമ്മുടെ ഇസ്തിഗ്ഫാറുകൾ അവരുടെ ഖബറിന്റെ വിശാലതയ്ക്ക് കാരണമാകും. അവരുടെ ബർസഖിയായ ജീവിതത്തിന് അള്ളാഹു എളുപ്പം നൽകും. നാളെ പരലോകത്തവർക്ക് അള്ളാഹു അവർ പോലും വിചാരിക്കാത്ത രൂപത്തിൽ അവർക്ക് ദറജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഇസ്തിഗ്ഫാറുകൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അനിവാര്യമാണ്. അവർക്ക് കാണിക്കുന്ന നന്ദിയാണ്. പ്രിയപ്പെട്ട വാപ്പമാരെ, നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ ഈ ഒരു വലിയ സന്ദേശം അവർക്ക് കൈമാറണം. അവരെ അള്ളാഹുവിന്റെ ദീനി നിഷ്ഠയോടുകൂടി വളർത്താൻ നമുക്ക് കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയാൽ അവന്റെ മുഴുവൻ അമലുകളും മുറിഞ്ഞു പോകും, 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹായ മകൻ എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും ഒരു മകന്റെ പ്രാർത്ഥനയല്ല, മകൻ സ്വാലിഹാകണം. എങ്കിൽ മാതാപിതാക്കളുടെ ഖബർ വിശാലമാകും, അവരുടെ ബർസഖിയായ ജീവിതം രക്ഷപ്പെടും. അല്ലാഹു സുബ്ഹാനഹു തആല സ്വാലിഹീങ്ങളായ മക്കളാകാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കുമാറാകട്ടെ. മക്കളെ കൊണ്ട് നാളെ സന്തോഷിക്കുന്ന മാതാപിതാക്കളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാകപ്പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം വിരാജിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أدم على دولة الإمارات الأمان والاستقرار والرقي والازدهار. اللهم وفق رئيس الدولة وحكام الإمارات. اللهم ارحم شيوخ الإمارات الذين انتقلوا إلى جارك يا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. أقم الصلاة.